ഹായ് വെൽക്കം ബാക്ക് ടു PSC അശ്വമേധം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂ SCERT ചാപ്റ്റർ ആണ്. അപ്പോൾ 9ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവൽ പ്രക്രിയകളിലേക്ക് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാ പോയിന്റ്സും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ ഈ കഴിഞ്ഞ LGS പരീക്ഷകൾക്ക് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള ജീവൻ്റെ താക്കോൽ ശാസ്ത്രത്തിൻ്റെ സേഫിൽ എന്നുള്ള സ്ഥലത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. LGS സ്റ്റേജ് 1 പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്? കൃത്രിമമായി ജീവൻ സൃഷ്ടിക്കാനുള്ള നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ യാഥാർത്ഥ്യമായി. കുടലിലും മണ്ണിലും ജീവിക്കുന്ന ഈ കോളി ബാക്ടീരിയയാണ് കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ചത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇതേ സെയിം രീതിയിലാണ് LGS പരീക്ഷയ്ക്ക് ചോദിച്ചത്. എന്തെന്നാണ്? കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിലൂടെ സൃഷ്ടിച്ച ബാക്ടീരിയ ഏതാണ്? കൃത്രിമ ബാക്ടീരിയ ജനിതക എഞ്ചിനീയറിംഗിലൂടെ കൃത്രിമമായി സൃഷ്ടിച്ച ബാക്ടീരിയയാണ് ഈ കോളി ബാക്ടീരിയ, ഈ കോളി. അപ്പോൾ എന്താണ്? കേംബ്രിഡ്ജിലെ ഒരു സംഘം ഗവേഷകർ കൃത്രിമ രീതിയിലൂടെ ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ സൃഷ്ടിച്ചു. ഏതാണ്? ഈ കോളി ബാക്ടീരിയയാണ്. ഈ കോളി ബാക്ടീരിയ കുടലിലും മണ്ണിലും ജീവിക്കുന്ന ബാക്ടീരിയയാണ്. കുടലിലും മണ്ണിലും ഒരുപോലെ ജീവിക്കുന്ന ബാക്ടീരിയയാണ് ഈ കോളി ബാക്ടീരിയ. ഇതാണ് ജനിതക എഞ്ചിനീയറിംഗിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും കൃത്രിമ ബാക്ടീരിയയ്ക്ക് കഴിയും. സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും കൃത്രിമ ബാക്ടീരിയയ്ക്ക് കഴിയും. അടുത്തത് ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവ ബയോമോളിക്യൂളുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ എന്താണ് ബയോമോളിക്യൂളുകൾ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് എന്നിവ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഈ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളെ എന്തെന്നാണ് അറിയപ്പെടുന്നത്? ബയോമോളിക്യൂളുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ബയോമോളിക്യൂളുകളിൽ പെടുന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ ഈ ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇവ ഏതൊക്കെ രൂപത്തിലാണ് കാണപ്പെടുന്നത്? കാർബോഹൈഡ്രേറ്റുകൾ ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണം ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. എന്തൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ് എന്നിവയാണ് കാർബോഹൈഡ്രേറ്റുകൾക്ക് എക്സാമ്പിൾ. അടുത്തത് ലിപ്പിഡുകൾ. ലിപ്പിഡുകൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? കൊഴുപ്പുകളും എണ്ണകളും. കൊഴുപ്പുകളും എണ്ണകളുമാണ് ലിപ്പിഡുകൾക്ക് ഉദാഹരണം. പ്രോട്ടീനുകൾ. പ്രോട്ടീനുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ. എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ എന്നിവയാണ് പ്രോട്ടീനുകൾക്ക് എക്സാമ്പിൾ. ന്യൂക്ലിക് ആസിഡുകൾ. ന്യൂക്ലിക് ആസിഡുകൾക്ക് എക്സാമ്പിളാണ് DNA-യും RNA-യും. ഓക്കെ, അപ്പം കാർബോഹൈഡ്രേറ്റുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ലിപ്പിഡുകൾക്ക് ഉദാഹരണമാണ് കൊഴുപ്പുകളും എണ്ണകളും. പ്രോട്ടീന് എക്സാമ്പിളാണ് എൻസൈമുകൾ, ഹോർമോണുകൾ, ആൻറ്റിബോഡികൾ എന്നിവ. ന്യൂക്ലിക് ആസിഡുകൾക്ക് എക്സാമ്പിളാണ് DNA-യും RNA-യും. അപ്പോൾ ഇവയെല്ലാം ബയോമോളിക്യൂളുകൾക്ക് എക്സാമ്പിളാണ്. അടുത്തത് ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ മെറ്റബോളിസം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് മെറ്റബോളിസം? ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. അപ്പോൾ ഈ ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ പറയുന്നതാണ് മെറ്റബോളിസം. ഓക്കെ, ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് ഒരു ജീവിയിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ പറയുന്ന പേരാണ് മെറ്റബോളിസം. മെറ്റബോളിസം. മെറ്റബോളിസത്തെ 2ആയിട്ട് തിരിക്കാം. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനം അനബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്നത് കാറ്റബോളിസവും. അപ്പോൾ എന്താണ്? മെറ്റബോളിസത്തെ നമുക്ക് 2ആയിട്ട് വേർതിരിക്കാം. അനബോളിസവും കാറ്റബോളിസവും. അനബോളിസം എന്താണ്? തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നതാണ് അനബോളിസം. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്ന പ്രവർത്തനം അനബോളിസവും തന്മാത്രകളെ വിഘടിപ്പിക്കുന്നത് കാറ്റബോളിസവുമാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെറ്റബോളിസം. മെറ്റബോളിസത്തെ അനബോളിസം എന്നും കാറ്റബോളിസം എന്നും 2ആയിട്ട് തിരിക്കാം. അനബോളിസവും കാറ്റബോളിസവും. അപ്പോൾ അനബോളിസത്തിന്, അതായത് തന്മാത്രകൾ കൂടിച്ചേരുന്ന പ്രവർത്തനത്തിന് ഉദാഹരണം എന്താണ്? അനബോളിസത്തിന് ഉദാഹരണമാണ് പ്രകാശ സംശ്ലേഷണം. ഇവിടെ പ്രകാശ സംശ്ലേഷണമാണ് വരുന്നത്.
പ്രകാശ സംശ്ലേഷണത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു. അത് അനബോളിസത്തിന് എക്സാമ്പിൾ ആണ്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് അനബോളിസമാണ്. അപ്പോൾ കാറ്റബോളിസത്തിൽ പെടുന്നതാണ് പ്രോട്ടീൻ്റെ വിഘടനം. നമ്മൾ പറഞ്ഞു കാറ്റബോളിസം എന്താണ്? തന്മാത്രകൾ വിഘടിക്കുന്ന രാസപ്രവർത്തനമാണ് കാറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോട്ടീനിൻ്റെ വിഘടനം കാറ്റബോളിസത്തിന് ഉദാഹരണമാണ്. പ്രോട്ടീൻ വിഘടിച്ച് എന്താവുന്നു? അമിനോ ആസിഡുകളായി മാറുന്നു. പ്രോട്ടീൻ വിഘടിച്ച് അമിനോ ആസിഡുകളായി മാറുന്നത് കാറ്റബോളിസത്തിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ എന്താണ്? മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകൾ, ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളുകളും കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ്? മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും എൻസൈമുകൾ, ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂൾസ് കോശത്തിനുള്ളിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എൻസൈമുകളും ഹോർമോണുകളും ഏത് ബയോമോളിക്യൂൾസിൽ പെടുന്നതാണ്? പ്രോട്ടീനുകളിൽ പെടുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എൻസൈമുകളും ഹോർമോണുകളും പ്രോട്ടീനിൽ പെടുന്നതാണ്. ഇത് മെറ്റബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ബയോമോളിക്യൂൾസ് ആണ്. അപ്പോൾ എൻസൈമുകളും ഹോർമോണുകളും ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. അപ്പോൾ എന്താണ് എൻസൈമുകൾ? ഈ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളെയാണ് എൻസൈമുകൾ എന്ന് പറയുന്നത്. എന്താണ്? രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ. മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളാണ്. നമ്മൾ പറഞ്ഞതാണ് പ്രോട്ടീനുകളിൽ പെടുന്നതാണ് എൻസൈമുകളും ഹോർമോണുകളും ഒക്കെ. അപ്പോൾ മിക്ക എൻസൈമുകളും എന്താണ്? പ്രോട്ടീനുകളാണ്. ഉമിനീരിലെ സലൈവറി അമിലേസ്, ആമാശയത്തിലെ പെപ്സിൻ എന്നിവ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എൻസൈമുകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഉമിനീരിലെ സലൈവറി അമിലേസ് എൻസൈമാണ്. ആമാശയരസത്തിലെ പെപ്സിൻ എൻസൈമാണ്. ഓക്കെ, ഉമിനീരിലെ സലൈവറി അമിലേസും ആമാശയരസത്തിലുള്ള എൻസൈമാണ് പെപ്സിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആമാശയരസത്തിലുള്ള എൻസൈം ഏതാണ്? പെപ്സിനാണ്. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണ്? സലൈവറി അമിലേസ് ആണ്. അപ്പോൾ മിക്ക എൻസൈമുകളും എന്താണ്? പ്രോട്ടീനുകളാണ്. ഒരു രാസപ്രവർത്തനത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ എന്ന് പറയുന്നത്. അടുത്തത് ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. അപ്പോൾ എൻസൈമുകൾ എന്ന് പറഞ്ഞാൽ രാസപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടാൻ സഹായിക്കുന്നതാണ് എൻസൈമുകൾ എന്ന് പറയുന്നത്. ഹോർമോണുകളാണെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. എന്താണ് ഹോർമോണുകൾ? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ് ഹോർമോണുകൾ. ഇവയെ ഉൽപ്പാദിപ്പിക്കുന്നത് വിവിധ എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. അപ്പോൾ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. എൻഡോക്രൈൻ ഗ്രന്ഥി അഥവാ അന്തസ്രാവി ഗ്രന്ഥികളാണ് ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത്. ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ഹോർമോണുകൾക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ, ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ഹോർമോണുകൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഏകകോശ ജീവികളിലും ബഹുകോശ ജീവികളിലും എങ്ങനെയാണ് പദാർത്ഥങ്ങൾ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് കോശദ്രവ്യത്തിലേക്ക് കടക്കുന്നത് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഏകകോശ ജീവിക്ക് ഉദാഹരണം എന്താണ്? അമീബയാണ്. അപ്പോൾ അമീബയിൽ ബാഹ്യ പരിസരത്ത് നിന്ന് പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അമീബ എന്ന് പറയുന്നത് ഏകകോശ ജീവിയാണ്. ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്ത് നിന്നും പദാർത്ഥങ്ങൾ നേരിട്ട് ഈ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ജന്തുക്കളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ജന്തുക്കളിൽ എങ്ങനെയാണ്? ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും ആ കോശദ്രവത്തിൽ നിന്നാണ് കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അടുത്തത് സസ്യങ്ങളിൽ എങ്ങനെയാണ് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ റീസെൻ്റായിട്ട് നടന്ന LGS പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യന് റാങ്ക് മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ സസ്യങ്ങളിൽ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ ഏതൊക്കെ രീതിയിലാണ് കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നത്? കോശഭിത്തിയിലൂടെ, കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ. അപ്പോൾ കോശഭിത്തിയിലൂടെയും കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെയും ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്.
അപ്പോൾ അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യപാതകളിലൂടെ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ, ഈ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് ചോദിച്ചത്. സസ്യങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതകളുടെ പേരെന്ത്? എന്താണ്? പ്ലാസ്മോഡെസ്മേറ്റ എന്നാണ്. പ്ലാസ്മോഡെസ്മേറ്റ എന്നാണ്. എന്താണ്? സസ്യങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യപാതകളെ പറയുന്ന പേരാണ് പ്ലാസ്മോഡെസ്മേറ്റ. പ്ലാസ്മോഡെസ്മേറ്റ. അടുത്തത്, ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മാ സ്തരത്തിലൂടെ, ഒരു കോശത്തിൽ നിന്നും മറ്റൊരു കോശത്തിലേക്ക് പ്ലാസ്മാ സ്തരത്തിലൂടെയും ബാഹ്യപരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ്? കോശഭിത്തിയിലൂടെയും കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെയും തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യപാതകളിലൂടെ, ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മാ സ്തരത്തിലൂടെ, ഇങ്ങനെയെല്ലാം ബാഹ്യപരിസ്ഥിതിയിൽ നിന്നുള്ള പദാർത്ഥങ്ങൾ സസ്യങ്ങളിൽ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. അടുത്തത്, ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം അഥവാ എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. ഇമ്പോർട്ടൻ്റ് ആണ്. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവമാണ് എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം എന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. ആന്തരപരിസ്ഥിതിയായി വർത്തിക്കുന്നു. അപ്പോൾ എന്താണ്? ജന്തുക്കളിൽ ആന്തരപരിസ്ഥിതിയായി വർത്തിക്കുന്ന കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവത്തിൻ്റെ പേരെന്താണ്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവം എന്നാണ്. സസ്യങ്ങളിലെ ആന്തരപരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സസ്യങ്ങളിലെ ആന്തരപരിസ്ഥിതിയിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ്? കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും. ഓക്കെ, സസ്യങ്ങളിലെ ആന്തരപരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിരിക്കുന്നു. ആന്തരപരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ സമസ്ഥിതി പാലനം എന്ന് പറയുന്നു. ആന്തരപരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെയാണ് സമസ്ഥിതി പാലനം എന്ന് പറയുന്നത്. മെറ്റാബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തര സമസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതുണ്ട്. ആന്തരപരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാൽ ജീവന് ഭീഷണിയാകും. ഓക്കെ, അപ്പം ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവമാണ് എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. ആന്തരപരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ എന്തെന്നാണ് പറയുന്നത്? സമസ്ഥിതി പാലനം എന്നാണ് പറയുന്നത്. അടുത്തത്, പ്ലാസ്മാ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ. പ്ലാസ്മാ സ്തരം എന്ന് പറയുന്നത് എന്താണ്? കോശസ്തരം. കോശസ്തരത്തെ തന്നെയാണ് പ്ലാസ്മാ സ്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസ്മാ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനാകും. അപ്പോൾ എന്താണ്? പ്ലാസ്മാ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമാണ് കടന്നു പോകാൻ കഴിയുന്നത്. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് പ്ലാസ്മാ സ്തരത്തിലൂടെ കടന്നു പോകാനാകും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മാ സ്തരത്തിലെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടന്നു പോകാനാകൂ. അപ്പോൾ അതുകൊണ്ടാണ് പ്ലാസ്മാ സ്തരത്തെ എന്തെന്ന് പറയുന്നത്? വരണതാര്യ സ്ഥലം, സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? പ്ലാസ്മാ സ്തരത്തെ വരണതാര്യസ്തരം അഥവാ സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? പ്ലാസ്മാ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് പ്ലാസ്മാ സ്തരത്തിലൂടെ സുഗമമായി കടന്നു പോകാൻ കഴിയുന്നു. എന്നാൽ ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മാ സ്തരത്തിലെ ചില പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടന്നു പോകാനാകൂ. അതുകൊണ്ടാണ് പ്ലാസ്മാ സ്തരത്തെ വരണതാര്യസ്തരം എന്ന് പറയുന്നത്. അടുത്തത്, ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. എന്താണ് ഓസ്മോസിസ്? ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധതാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഓസ്മോസിസ്. അടുത്തത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പ്ലാസ്മാ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. എന്താണ്? പ്ലാസ്മാ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പ്ലാസ്മാ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? പ്ലാസ്മാ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിൽ ഊർജ്ജം ആവശ്യമില്ല. പ്ലാസ്മാ സ്തരത്തിലെ പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. പ്ലാസ്മാ സ്തരത്തിലെ വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജ്ജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്.
അടുത്തത് ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ. ഏകകോശ ജീവികളും ബഹുകോശ ജീവികളും ഉൾപ്പെടുന്ന വിഭാഗമാണ് ആൽഗകൾ. അവയ്ക്കും പ്രോക്യാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. ആൽഗകൾക്കും പ്രോക്യാരിയോട്ടുകളായിട്ടുള്ള ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. പ്രകാശഘട്ടം എന്താണ്? പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. ഗ്രാനയിൽ വെച്ച് നടക്കുന്നതാണ് പ്രകാശഘട്ടം. അതായത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ 2 ഘട്ടങ്ങളാണ് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. പ്രകാശഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നത്? ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. ഇരുണ്ട ഘട്ടമാണെങ്കിൽ സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. പ്രകാശഘട്ടം ഗ്രാനയിൽ വെച്ച് നടക്കുന്നു, ഇരുണ്ട ഘട്ടം സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. പ്രകാശഘട്ടം പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. പ്രകാശഘട്ടം നടക്കുന്നത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. എന്നാൽ ഇരുണ്ട ഘട്ടത്തിൽ എന്താണ്? പ്രകാശം ഉപയോഗിക്കുന്നില്ല. പ്രകാശഘട്ടത്തിൽ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാനയിൽ വെച്ചാണ് നടക്കുന്നത്. ഇരുണ്ട ഘട്ടത്തിലാണെങ്കിൽ പ്രകാശം ഉപയോഗിക്കുന്നില്ല, സ്ട്രോമയിൽ വെച്ചാണ് നടക്കുന്നത്. പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച് എന്താകും? ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ജലം H2O വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ഇരുണ്ട ഘട്ടത്തിൽ എന്താണ്? ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജവും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. അതായത് പ്രകാശഘട്ടത്തിൽ ജലം വിഘടിച്ച് എന്താകും? ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ഇതിൽ ഓക്സിജൻ എന്താവും? ഓക്സിജൻ പുറന്തള്ളപ്പെടും. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രകാശഘട്ടം നടക്കുമ്പോഴാണ് ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആകും. ഇതിൽ ഓക്സിജൻ പുറന്തള്ളപ്പെടും. ഹൈഡ്രജൻ എന്ത് ചെയ്യും? ഹൈഡ്രജൻ സ്ട്രോമയിലെത്തും. ഹൈഡ്രജൻ സ്ട്രോമയിലെത്തും. പ്രകാശഘട്ടത്തിൽ H2O വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആവും. ഇതിൽ ഓക്സിജൻ പുറന്തള്ളപ്പെടും. ഹൈഡ്രജൻ എന്ത് ചെയ്യും? സ്ട്രോമയിലെത്തും. ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. പ്രകാശഘട്ടത്തിൽ ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രകാശഘട്ടത്തിൽ H2O വിഘടിച്ചുണ്ടാകുന്ന ഹൈഡ്രജൻ എന്ത് ചെയ്യും? സ്ട്രോമയിലെത്തും. ഇരുണ്ട ഘട്ടത്തിന് ഉപയോഗിക്കുന്നത് ഈ ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജവും അഥവാ ATPയും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രകാശഘട്ടത്തിൽ ഊർജ്ജ തന്മാത്രയായിട്ടുള്ള ATP ഉണ്ടാകും. ഈ ATPയും ഇരുണ്ട ഘട്ടത്തിൽ ഉപയോഗിക്കുന്നു. പ്രകാശഘട്ടത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഹൈഡ്രജനും ATPയുമാണ് ഇരുണ്ട ഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇരുണ്ട ഘട്ടത്തിൽ വെച്ച് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് എന്തുണ്ടാവും? ഗ്ലൂക്കോസ് ഉണ്ടാകും. ഇരുണ്ട ഘട്ടത്തിൽ വെച്ച് ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്ന് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ആണോ? അപ്പോൾ അടുത്തത് മെൽവിൻ കാൽവിൻ. മെൽവിൻ കാൽവിനാണ് ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത്. ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. അപ്പോൾ അതിന് 1961 രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചു. മെൽവിൻ കാൽവിന് ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ പുരസ്കാരം ലഭിച്ചു. അടുത്തത് പ്രകാശ സംശ്ലേഷണ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നതുകൊണ്ട് അത് അലേയമായ അന്നജമാക്കി സംഭരിക്കുന്നു. അന്നജം അഥവാ സ്റ്റാർച്ചാക്കി സംഭരിക്കുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകും. ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് അതിവേഗം ജലത്തിൽ ലയിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ഇതിനെ അലേയമായിട്ടുള്ള അന്നജം അഥവാ സ്റ്റാർച്ചായിട്ടാണ് സസ്യങ്ങൾ സംഭരിക്കുന്നത്. അപ്പോൾ ഈ അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത്. അപ്പോൾ ഈ അന്നജം മെറ്റബോളിസത്തിന് വിധേയമായി നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പോഷകങ്ങളുടെ വിവിധ സ്രോതസ്സുകൾ തന്നിട്ടുണ്ട്. എന്താണ്? ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും അന്നജം അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സിൽ എന്തായിട്ടാണ് ശേഖരിച്ചിരിക്കുന്നത്? ഫ്രക്ടോസ്. ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ്. കരിമ്പിൽ സൂക്രോസ്. കരിമ്പിൽ അടങ്ങിയിരിക്കുന്നത് സൂക്രോസ്. ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ്. അടുത്തതൊരു ബോക്സിൽ സമുദ്രത്തെക്കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് വായിക്കാം. ഭൂമിയുടെ 4/3 ഭാഗവും സമുദ്രമാണ്. ഭൂമിയുടെ 4/3 ഭാഗവും സമുദ്രമാണ്. ലക്ഷക്കണക്കിന് ജീവജാതികളും നിരവധി ആവാസങ്ങളും അവയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? യൂഫോട്ടിക് മേഖല, ഡിസ്ഫോട്ടിക് മേഖല, എഫോട്ടിക് മേഖല. എന്തൊക്കെയാണ്? യൂഫോട്ടിക് മേഖല, ഡിസ്ഫോട്ടിക് മേഖല, എഫോട്ടിക് മേഖല. അപ്പോൾ എന്താണ് യൂഫോട്ടിക് മേഖല? ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലുള്ള മേഖലയാണ് യൂഫോട്ടിക് മേഖല. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിലുള്ളതാണ് യൂഫോട്ടിക് മേഖല. അപ്പോൾ ഇവിടെ നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ ധാരാളം ജീവികൾ ഈ മേഖലയിൽ ജീവിക്കുന്നു.
200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ, ഓക്കെ, 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ആഴത്തിലുള്ളതാണ് ഡിസ്ഫോട്ടിക് മേഖല. ഓക്കെ, ഡിസ്ഫോട്ടിക് മേഖല 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെയുള്ള മേഖലയാണ് ഡിസ്ഫോട്ടിക് മേഖല. ഇവിടെ പ്രകാശ ലഭ്യത പരിമിതമാണെങ്കിലും സസ്യകേന്ദ്രീകൃതമായ ജീവജാലികയാണ് ഇവിടെയും. സൂര്യപ്രകാശം കുറവാണെങ്കിലും സസ്യകേന്ദ്രീകൃതമായ ഒരു ജീവജാലികയുണ്ട്. ഓക്കെ, 1000 മീറ്ററിനും താഴെയാണ് എഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. ഇവിടെ ലഭ്യമായ സൂര്യപ്രകാശത്തിൻ്റെ അളവ് വളരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. എന്നാൽ ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? 200 മീറ്റർ വരെ, ആ സമുദ്രോപരിതലത്തിൽ നിന്നും 200 മീറ്റർ വരെ ആഴത്തിലുള്ള മേഖലയാണ് യൂഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. 200 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ആഴത്തിലുള്ള മേഖലയാണ് ഡിസ്ഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. 1000 മീറ്ററിനും താഴെയുള്ള മേഖലയാണ് എഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. അപ്പോൾ മേൽത്തട്ടിലുള്ള ജീവികളുടെ മൃതാവശിഷ്ടങ്ങളാണ് എഫോട്ടിക് മേഖലയിലെ ജന്തുക്കൾ ആഹാരമാക്കുന്നത്. രാസസംശ്ലേഷണം നിർവഹിക്കുന്ന ചില ബാക്ടീരിയകളും ഇവിടെയുണ്ട്. അടുത്തത് കണ്ടൽക്കാട്. കണ്ടൽക്കാട് പ്രകൃതിയുടെ വരദാനം. കായലും കടലും ചേരുന്ന ഭാഗത്ത് കാണപ്പെടുന്നതാണ് കണ്ടൽക്കാടുകൾ. കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 1975-ൽ 70,000 ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു. അതിൽ 98% നശിപ്പിക്കപ്പെട്ടു. അമൂല്യമായ സേവനങ്ങളാണ് കണ്ടലുകൾ പരിസ്ഥിതിക്ക് നൽകുന്നത്. എന്തൊക്കെയാണ്? മത്സ്യസമ്പത്തിൻ്റെ ഉറവിടമാണ് കണ്ടൽക്കാടുകൾ. മത്സ്യസമ്പത്തിൻ്റെ ഉറവിടമാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാണ്. തീരപ്രദേശത്തിലെ മണ്ണ് സംരക്ഷിക്കുന്നു. ഓക്കെ, തീരപ്രദേശത്തെ മണ്ണ് സംരക്ഷണം. നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4-5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോളതാപനത്തിനെതിരെയുള്ള പ്രതിരോധം, സുനാമിയെ തടയൽ, ഇവയെല്ലാം കണ്ടൽക്കാടുകളുടെ ഗുണങ്ങളാണ്. അടുത്തത് കല്ലേൻ പൊക്കുടനെ കുറിച്ച് തന്നിട്ടുണ്ട്. കല്ലേൻ പൊക്കുടൻ ജനിച്ചത് 1937-ലാണ്, അന്തരിച്ചത് 2015-ലാണ്. അപ്പോൾ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലേൻ പൊക്കുടൻ. 1,00,000-ലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു. പല സ്ഥലങ്ങളിലും നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമെന്നോണം അദ്ദേഹത്തെ കണ്ടൽ പൊക്കുടൻ എന്ന് വിളിച്ചു. പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ കല്ലേൻ പൊക്കുടൻ അന്തരിച്ചത് ഏത് വർഷത്തിലാണ്? 2015-ലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.